ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിൽ മകനടക്കം ഒരു കുടുംബത്തിലെ 4 പേരെ പിതാവ് തീവച്ചു കൊന്നു. മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ ബഹറ, അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ. സംഭവത്തിൽ ഫൈസലിന്റെ പിതാവ് ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം ആസൂത്രിതമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സാഗർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സാഗർ, ആസൂത്രിതമായ ഒരു കൊലപാതകം, സ്വത്ത് തർക്കമാണ് കാരണമെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യത്തിലേക്ക് ഈ ഗൃഹനാഥനെ നയിച്ചത് സ്വത്ത് തർക്കം തന്നെയാണെന്നാണ് പോലീസ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നൽകുന്ന വിവരം. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, ഈ മൃതദേഹങ്ങൾ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയുള്ളൂ. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു സംഭവം ഈ ഹമീദ് നടത്തിയത്. ഹമീദിന്റെ മകൻ ഫൈസലിനെയും ഫൈസലിന്റെ ഭാര്യയും 2 പിഞ്ചു മക്കളെയുമാണ് ഇയാൾ പെട്രോൾ ഒഴിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വീടിന്റെ വാതിലുകളെല്ലാം പൂട്ടിയ ശേഷം ജനലിലൂടെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. തുടർന്ന് തീ കൊളുത്തി ഈ തീയിലും പുകയിലും പെട്ടാണ് ഈ 4 പേരും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി, ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു സംഭവം നടന്നതിന്റെ ആഘാതത്തിലാണ് നാട്ടുകാരും പ്രദേശവാസികളും എല്ലാം തന്നെ ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഹമീദിനെ നയിച്ചത് സ്വത്ത് തർക്കമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫോറൻസിക് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വീടിനുള്ളിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹമീദ് കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം വീടിന്റെ സമീപത്തുള്ള വീടുകളിലെയും കുറ്റകൃത്യം, ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്ന വീടിന്റെയും വെള്ളമെല്ലാം തന്നെ വാട്ടർ ടാങ്കിന്റെ കണക്ഷൻ എല്ലാം വിച്ഛേദിച്ചു. ഉള്ള വെള്ളങ്ങൾ ഒഴിച്ചു കളഞ്ഞു. വീടിനുള്ളിലെ ഫ്രിഡ്ജിനുള്ളിലെ വെള്ളം പോലും എടുത്ത് ഒഴിച്ചു കളഞ്ഞു. ബാത്റൂമിനുള്ളിലെ വെള്ളങ്ങളെല്ലാം മറിച്ചു കളഞ്ഞു. അത്തരത്തിൽ യാതൊരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കരുതി കൂട്ടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ തമ്മിൽ അല്പ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തുമെന്ന് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇയാൾ പലതവണ ഇവരെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നുണ്ട്. എന്നാലും ഇത്തരത്തിലേക്കൊരു ക്രൂരകൃത്യത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാലും നാടിന് നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നടന്നത്. ഇപ്പോൾ പോലീസ് മറ്റു നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും. അതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതാണ് വിവരങ്ങൾ. ഏതായാലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. വലിയ ദാരുണമായ സംഭവം അവിടെ ഉണ്ടാകുന്നു. ഈ നാട്ടുകാരുമായൊക്കെ വലിയ സഹകരണമുള്ള ആളായിരുന്നു സാഗർ, ഈ മരിച്ച ആളെന്നാണ് മനസ്സിലാകുന്നത്, ഫൈസൽ. ഒപ്പം അവിടെ ഒരു കട നടത്തിയിരുന്നു. ഈ കൊലപാതകം നടത്തിയ ഫൈസലിൻ്റെ പിതാവിനെക്കുറിച്ചും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നാട്ടുകാർക്കില്ല. പക്ഷേ അപ്പോഴും ഇത്ര വലിയൊരു ക്രൂരകൃത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കേവലം സ്വത്ത് തർക്കം മാത്രമാണോ? അത് പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു എന്ന് പഞ്ചായത്ത് മെമ്പർ തന്നെ പറയുമ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിലുണ്ടോ? നിലവിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായി പോലീസ് നമ്മളോട് പറയുന്നില്ല. നിലവിൽ സ്വത്ത് തർക്കവും തന്നെയാണ് പറയുന്നത്. കൂടാതെ മക്കളോട് വൈരാഗ്യമുള്ളതായും പറയപ്പെടുന്നുണ്ട്. കാരണം ഇയാൾ വേറൊരു ഭാര്യയും ഇയാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചതായാണ്, അതായത് ഹമീദിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോലാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷം മറ്റൊരു ഭാര്യ ഇയാൾക്ക് കരിമ്പൻ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കുറച്ചുനാൾ താമസിച്ചതിന് ശേഷം ഇയാൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഫൈസലിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയത്. ഫൈസലിന് ചീനിക്കുഴിയിൽ തന്നെ ടൗണിൽ തന്നെ ഒരു വീടുണ്ട്. ഈ വീടിന് കുറച്ചടുത്തായി തന്നെ ഫൈസൽ കട നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫൈസലിന്റെ വീട്ടിലേക്ക് തന്നെ ഈ പിതാവ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മടങ്ങിയെത്തി. പിന്നീട് ഇവിടെയായിരുന്നു താമസം. പിന്നീട് തുടർന്നുള്ള നാളുകളിലാണ് ഈ സ്വത്ത് സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായതായി പറയപ്പെടുന്നത്. ഈ ഫൈസൽ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ടൗണിൽ തന്നെ കട നടത്തുന്നുണ്ട്. നാട്ടുകാരുമായി തന്നെ നല്ലൊരു ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഈ ഫൈസലിന്റെ പിതാവ് ഹമീദും മറ്റ് ക്രൂരകൃത്യങ്ങളൊന്നും ഇതിനു മുമ്പ് മറ്റ് കേസുകളിലോ അങ്ങനെയൊന്നും പെട്ട ഒരാളല്ല. പക്ഷേ ഈ ഒരു കേസിലാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഹമീദിനെ നയിച്ചത് ഈ സ്വത്ത് തർക്കം മാത്രമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഹമീദിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പുറത്തു വരിക നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹം ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഈ ചീനിക്കുഴി നാടിനെ ആകെ തന്നെ ഏതായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2 കുട്ടികളടക്കം 4 പേരാണ് വീടിനുള്ളിൽ മരിച്ചത്.
കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്നാണ് അയൽക്കാരുടെ പ്രതികരണം. വീടിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നുവെന്നും മുറിയിലേക്ക് ജനൽ വഴി പെട്രോൾ ഒഴിച്ചിരുന്നുവെന്നും അയൽക്കാരനായ രാഹുൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത് രാഹുലായിരുന്നു. 12:45 കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ഫോൺ വന്നു. എൻ്റെ ഫോണിലേക്ക് രാവിലെയായിട്ടായി ഓടി രക്ഷിക്കുന്നു പറഞ്ഞാൽ അപ്പോൾ വിളിക്കണ ആ സമയത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡോറ് പൂട്ടിയിട്ടേക്കുക. അത് ഞാൻ ചവിട്ടി തുറന്നു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അകത്ത് വീണ്ടും തീ പോലെ വന്നു. ഞാൻ അവരുടെ ബെഡ്റൂം നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടേക്കുക. അപ്പോൾ അകത്ത് കരച്ചിൽ കേൾക്കാം. ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞ് ഈ പുറകിൽ നിന്ന് എന്നെ പിടിക്കണ്ട, എന്നെ തള്ളാനും പിടിക്കാനും നോക്കണ്ട. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കയ്യിൽ പെട്രോളുമായിട്ട് കാർമേൽ വീണ്ടും നിൽക്കുക. ഞാൻ അദ്ദേഹത്തെ തള്ളി പുറത്തോട്ടിട്ടു. എന്നിട്ട് ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തീയായിരുന്നു. ഈ തീ കാരണം ഇവർ പേടിച്ചിട്ട് ബാത്റൂമിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു. തീ ആളിയായിരുന്നു. മോളാണ് വിളിച്ചത്? മോളും അവരെല്ലാം കൂടെ റൂമിൽ നിന്ന് ഓടി വന്നു. ഇയാൾ പുറത്തുനിന്ന് പൂട്ടിയോ? അതായത് ഇവര് ഉറങ്ങിയെന്ന് കഴിഞ്ഞാൽ ഇവര് പുറത്തെ ജനൽ വഴി പെട്രോൾ അകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് തീ കൊടുത്തു. എന്നിട്ട് ഫ്രണ്ടിലെ വാതിലെ ലോക്ക് ചെയ്തു. ഇവരുടെ ഡോറിന്റെ വെളിയിൽ ലോക്കുണ്ട്, ഇവരുടെ റൂമിന്റെ വെളിയിൽ ലോക്കുണ്ട്. അത് ലോക്ക് ചെയ്തു. അപ്പൊ അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. അത് രണ്ടും ഞാൻ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പറയണ്ട, ശിവച്ചേട്ടാ ഇറങ്ങി വാന്ന് പറയണ്ട. പക്ഷെ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ട് പോകാൻ. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ബെഡ് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അവര് പേടിച്ചിട്ട് ഈ ബാത്റൂമിന്റെ ഉള്ളിലോട്ട് കയറി. നമ്മൾ അവര് രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടി വാട്ടർ ടാങ്ക് അടക്കം ഞാൻ ഓടിച്ചെന്ന് നോക്കി. അപ്പൊ ആദ്യം നിന്ന് നോക്കി ഞാൻ ഫ്രിഡ്ജിൽ വല്ല വെള്ളം ഉണ്ടോ നോക്കി. അതിനകത്തില്ല. അപ്പം ബാത്റൂമിൽ വെള്ളമില്ല, അത് ക്ലോസ് ചെയ്തേക്കുന്നു. വാട്ടർ ടാങ്കിന്റെ പൈപ്പ് കട്ട് ചെയ്തിട്ടേക്കുന്നു. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് കണക്ഷൻ ഉണ്ട് വെള്ളത്തിന്, അതിന്റെ ഓസും കട്ട് ചെയ്തിട്ടേക്കുക. കൊലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മുൻപ് തന്നെ എന്നെ തള്ളി മാറ്റി വീണ്ടും പുള്ളി എറിയണ്ട, പെട്രോൾ എറിയണ്ടാണ്ട് ഞാൻ പുള്ളിനെ തള്ളി മാറ്റി വരും. ഇവരെ കൊല്ലും എന്നുള്ളവർ നേരത്തെ പറയാറുണ്ടായിരുന്നു പറഞ്ഞു. ഇവർ ഇടയ്ക്ക് പറയും. എന്നിട്ട് അതുകൊണ്ട് അവർ നല്ലൊരു വീടൊക്കെ വെച്ച്, സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് അടുത്ത മാസം മാറാൻ വേണ്ടിയിരിക്കുവായിരുന്നു. ടൗണിൽ തന്നെ വീട്. കൊല്ലപ്പെട്ട ഫൈസൽ അവരുടെ അങ്ങനെ നിങ്ങളുടെ സൗഹൃദം എന്ന് പറയാമോ? നല്ല വ്യക്തിയായിരുന്നു. വീട്ടിലെ കാരണവരെ ഇങ്ങനെ ബഹളമൊന്നുമല്ല. അവര് കുടുംബപരമായിട്ടൊരു കുഴപ്പമില്ലാത്ത. കൊലപാതകം നടത്തിയ ഹമീദ് ഇതിനു മുൻപ് ഒരു വിധത്തിലുമുള്ള ക്രിമിനൽ കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം രഞ്ജിത്ത്. നാട്ടുകാരോട് സൗമ്യമായാണ് ഇയാൾ പെരുമാറിയിരുന്നത്. അവിശ്വസനീയമാണ് സംഭവം. സ്വത്ത് തർക്കം ഒത്തുതീർപ്പാക്കാൻ നേരത്തെ ചർച്ച നടത്തിയിരുന്നുവെന്നും രഞ്ജിത്ത് ന്യൂസ് 18 പറഞ്ഞു. ഇത്രമായിട്ടൊരു കൊടും ക്രൂരത ചെയ്യാൻ പാകത്തിനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും നിലവിൽ ഞങ്ങളുടെ അറിവിൽ അവിടെ ഇല്ലായിരുന്നു. പുള്ളി നാട്ടുകാരുടെ അടുത്ത് വളരെ മാന്യനും ഞങ്ങൾ ഇടപെടാനാണേലും വേറെ ഒരിക്കലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യമായിട്ടോ ഒരു മദ്യപാനി അങ്ങനെ ഒന്നുമല്ല. ഞങ്ങളുടെ അറിവിൽ വേറെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളെ അല്ല. സിറ്റിയിലൊക്കെ നമ്മുടെ ഇവിടെ ചീനിക്കുഴി സിറ്റിയിലൊക്കെ പുള്ളി സ്ഥിരമായിട്ട് വന്ന് ആൾക്കാരുമായിട്ട് ഇടപെടുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായ കാര്യമായിട്ട് നമുക്കൊന്നും ബോധ്യമായിട്ടില്ല.